എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നമ്മുടെ വിജയം നമ്മുടെ ശക്തിയാലല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും വിശ്വസ്തതയെയും ആശ്രയിച്ചുള്ളതാണെന്ന് മോശ ഇസ്രയേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്നത് ശ്രവിക്കാം. ആവർത്തന പുസ്തകം 31:6. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ അധ്യായം മോശ യോശുവയ്ക്ക് നേതൃത്വം കൈമാറാൻ തയ്യാറെടുക്കുമ്പോൾ സംഭവിക്കുന്നു. ഇസ്രയേലിയർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ പോവുകയാണ്. പക്ഷേ അവർ ശക്തരായ ശത്രുക്കളെ നേരിടുന്നു. ദൈവം തന്നെ അവരോടൊപ്പം ഉണ്ടാകുമെന്നതിനാൽ അവർ ഭയപ്പെടേണ്ടതില്ലെന്ന് മോശ അവർക്ക് ഉറപ്പു നൽകുന്നു. അജ്ഞാതമായതിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ ഇസ്രയേലിനെ പ്രോത്സാഹിപ്പിക്കുന്ന മോശയുടെ വിടവാങ്ങൽ പ്രസംഗമാണിത്. അവരുടെ വിജയം അവരുടെ ശക്തിയെ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും വിശ്വസ്തതയെയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുന്നു. ശക്തരും നല്ല ധൈര്യവുമുള്ളവരായിരിക്കുക എന്നത് ആന്തരിക ശക്തിക്കും ധൈര്യത്തിനുമുള്ള ഒരു ആഹ്വാനമാണ്. അത് മനുഷ്യ കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവരെ ഭയപ്പെടരുത്. ഇസ്രയേല്യർ ശക്തമായ ജനതകളെ നേരിട്ടു, പക്ഷേ ദൈവം വലിയവനായതിനാൽ ഭയപ്പെടരുതെന്ന് മോശ അവരോട് പറയുന്നു. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. ദൈവ സാന്നിധ്യം വിജയത്തിൻ്റെ ഉറപ്പാണ്. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു വാഗ്ദാനമാണ്. സാഹചര്യം എന്തു തന്നെയായാലും അവൻ തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല. ദൈവം നമ്മോട് കൂടെ ഉള്ളതിനാൽ നാം വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടണം. ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിക്കുക, കാരണം ദൈവം നമ്മെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭയത്തേക്കാൾ വലുതാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് വിശ്വാസത്താൽ ഭയത്തെ മറികടക്കുക. വിജയവും സംരക്ഷണവും നമ്മുടെ കഴിവുകളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതിനാൽ അവനിൽ ആശ്രയിക്കുന്നതിലൂടെ അനിശ്ചിതമായ സമയങ്ങളിൽ നമുക്ക് സമാധാനം ലഭിക്കും. സ്നേഹപിതാവേ, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കാനും ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ബുദ്ധിമുട്ടുകളെ നേരിടാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ശക്തി നമ്മുടെ സ്വന്തം കഴിവുകളിൽ നിന്നല്ല, മറിച്ച് എല്ലാ സാഹചര്യങ്ങളിലും നമ്മോടൊപ്പം നടക്കുന്ന കർത്താവിൽ നിന്നാണ് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.